സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദൈവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലക്കൊട്ടത്തുമന MN രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് പ്രദോഷമാണ്. പ്രദോഷത്തിന് ഈ ശനിപ്രദോഷം അതിപ്രാധാന്യമുള്ള ഒന്നാണ്. ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ കണ്ടകശനി, ഏഴരശനി ഉള്ളവർക്കൊക്കെ ഈ ശനിപ്രദോഷം അനുഷ്ഠിക്കുന്നത് ഉത്തമമായ ഒന്നാണ്. പ്രദോഷവ്രതം ശരിക്കും ശിവപ്രീതികരമാണ്. ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് വ്രതമനുഷ്ഠിക്കുന്നതാണ്. ത്രയോദശി ദിവസം സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പ്രദോഷം. ഈ പ്രദോഷ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖശമനം ഉണ്ടാകുന്നു, കീർത്തി ഉണ്ടാകുന്നു, ശത്രുനാശം ഉണ്ടാകുന്നു, സന്താനലബ്ധി ഉണ്ടാകുന്നു, രോഗശാന്തി, ആയുസ്, ക്ഷേമം, ഐശ്വര്യമൊക്കെ നമുക്ക് ഉണ്ടാകും. പ്രദോഷ ദിവസം ഭഗവാൻ മഹാദേവൻ ശ്രീ പാർവതീ ദേവിയെ പീഠത്തിലിരുത്തിയിട്ട് നടരാജ നൃത്തമാടുകയും ആ സമയത്ത് എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ഈ പ്രദോഷ ദിവസം. അന്ന് അത് ശനിയാഴ്ച കൂടി വരുമ്പോൾ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ കൂടിയുള്ള ഒന്നാണ് ഈ ഇന്നത്തെ ഈ ശനിപ്രദോഷം. ഭഗവതിക്ക് പൗർണമി ദിവസം പോലെ, മഹാവിഷ്ണുവിന് ഏകാദശി പോലെ ശിവപ്രീതികരമാണ് ഈ പ്രദോഷ വ്രതം. പ്രദോഷ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കൂവളത്തിൻ്റെ ഇല കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിക്കുകയും ഭഗവാന് അഭിഷേകം നടത്താൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം ഐശ്വര്യം ഉണ്ടാവുന്നു. സന്താന സൗഭാഗ്യത്തിനും ആയുരാരോഗ്യത്തിനും കുടുംബ ഐക്യത്തിനുമൊക്കെ വളരെ പ്രധാനമാണ്. കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായിട്ട് ഒരു മാസം 2 പ്രദോഷം വരാറുണ്ട്. 2 പ്രദോഷത്തിലും വ്രതമെടുക്കുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ച് ഈ മംഗല്യലബ്ധിയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പ്രദോഷ വ്രതം എടുക്കുന്നത് ഉത്തമമാണ്. അതുപോലെ കുടുംബ ഐശ്വര്യത്തിനും ഐക്യത്തിനും ഈ പ്രദോഷ വ്രതം എടുക്കുന്നത് ഉത്തമമാണ്. മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസം ശനീശ്വരനെയും കൂടെ പ്രാർത്ഥിക്കുക. ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം 21 പ്രാവശ്യം ജപിക്കാം. അതുകൂടെ അതിൻ്റെ ഒപ്പം തന്നെ ജപിക്കാവുന്നൊരു മന്ത്രം ആണ് ഇന്ന് പാർവതീ ദേവിയും മഹാദേവനെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഉമാമഹേശ്വര മന്ത്രം കൂടി ജപിക്കുക. ഓം നമ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലീഷ്ട വപുർധരാഭ്യാം നാഗേന്ദ്രകന്യാ ഋഷകേതനാഭ്യാം നമോ നമ ശങ്കരപാർവതീഭ്യാം. ഈ മന്ത്രം കൂടി ജപിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെയും പാർവതിയുടെയും അനുഗ്രഹം, ശനീശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്നേക്ക് നമ്മൾ சொல்லപ്പോகிறது പ്രദോഷ ദിനം. പ്രദോഷത്തിന് മുഖ്യമാണെന്ന് ശനിപ്രദോഷം നമുക്ക് தெரியும். ഒരു മാസത്തിൽ 2 പ്രദോഷം വരുവാങ്ക. കറുത്ത പക്ഷത്തിലെയും പ്രദോഷം വരുവാങ്ക, ശുക്ലപക്ഷത്തിലെയും പ്രദോഷം, വെളുത്ത പക്ഷത്തിലെയും പ്രദോഷം വരുവാങ്ക. அந்த 2 പ്രദോഷം വരുവാങ്ക. അതിൽ ശനിപ്രദോഷം മുഖ്യമാണ്. ഒന്ന് ത്രയോദശി അന്നേക്ക് സന്ധ്യയ്ക്ക് സായങ്കാലം വരുന്ന പ്രദോഷം ആണ് പ്രദോഷം. അന്നേക്ക് പ്രദോഷ ദിനത്തിലെ മഹാദേവൻ പാർവതി അമ്പാളെ പീഠത്തിൽ ഉட்கார വെച്ച് അമ്പാൾക്ക് മുന്നിൽ ശിവഭഗവാൻ ആനന്ദ നൃത്തമാടി എന്ന് சொல்கிறார். அப்போ ஆனந்த நிறுத்தம் ஆடும்போது எல்லா தேவதைகளையும் அங்கே வருவாங்க, எல்லா கடவுளும் அங்கே வருவாங்க. அந்த ஆனந்த நிறுத்தம் பார்ப்புவாங்க, அந்த சந்தோஷத்தில் இருப்பாங்க. அந்த டைமில் பகவானுக்கும் மகாதேவனுக்கும் பார்வதிக்கும் அபிஷேகம் பண்ணுறது, அர்ச்சனை பண்ணுறது, கூவளத்திலேயே வில்லும் இலையில் அர்ச்சனை பண்ணுறது எல்லாமே முக்கியமான ஒன்று, വളരെ ശ്രേഷ്ഠமான ஒன்று. ഇന്നേ ദിനത്തിൽ ശനി ഭഗവാനെ കൂടി പ്രാർത്ഥന பண்ணணும். ஓம் சனீஸ்வராய நம என்ற மந்திரம் சொல்கிறதும் சனி காயத்ரி சொல்கிறதும் எல்லாம் முக்கியம். அதே மாதிரி உமாமகேஸ்வர மந்திரம் சொல்கிறது குடும்ப ஐக்கியத்துக்கும் கல்யாணம் நடக்காதவருக்கு கல்யாணம் நடக்கிறதுக்கு எல்லாமே இந்த பிரதோஷ விரதம் எடுக்கிறது முக்கியமான ஒன்று. அதே மாதிரி கண்டகசனி, ஏழரசனி எல்லாம் மாறுறதுக்கு இந்த சனி பிரதோஷம் எடுக்கிறது முக்கியம் ஒன்று. அப்போது அந்த உமாமகேஸ்வர மந்திரம் நான் சொல்கிறது அது இப்படி தான். ஓம் நம சிவாபியாம் நவ யௌவனாபியாம் പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നാഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമ ശങ്കര പാർവതീഭ്യാം. இந்த மந்திரம் கூடி நம்ம 21 പ്രാവശ്യം ജപം பண்ணுறது முக்கியமான ஒன்று. எல்லாருக்கும் மகாதேவனையும் பார்வதி அம்பாளுடையும் அனுகிரகம் கிடைக்கட்டும்.
आज हम बात करते हैं, आज प्रदोष के दिन में भगवान पार्वती माता को एक पीढ़ में बैठकर उसके सामने नटराज नृत्य करने डे है। आज ऐसे दिन में प्रदोष की व्रत का प्रदोष दिन में भगवान नटराज नृत्यम करते हैं। ये पार्वती देवी की नाचता है पार्वती देवी की सामने। ये बहुत खुशी की दिन है पार्वती देवी, पार्वती माता और महादेव को खुशी से वो नृत्य करते हैं। इस टाइम में सभी देवताओं उधर आते हैं, इसलिए प्रदोष संध्या में पूजा करना, महादेव को पूजा करना, ओम शाम में महादेव के मंदिर में अभिषेक करना, विल्लपत्र लीव से प्रार्थना करना, अर्चना करना बहुत मुख्य है। आज शनि प्रदोष बोलते हैं, शनिदेव को की प्राधान्य है। महीने में 2 बार प्रदोष आते हैं, शुक्ल पक्ष प्रदोष आते हैं, 2 प्रदोष ऐसे ही आते हैं। वो प्रदोष में भगवान को प्रार्थना करना, पार्वती देवी को प्रार्थना करना बहुत मुख्य है। कुटुंब ऐक्य के लिए, मंगल लब्धि के लिए बहुत मुख्य है आज का प्रदोष, और शनि दोष निवारण के लिए मुख्य है। वो शनीश्वर को भी प्रार्थना करना, महादेव पार्वती को भी, उमा महेश्वर मंत्र भी जपम करना मुख्य है। शनि ओम शनीश्वराय नमः ऐसे ही मंत्र 21 टाइम में जपम कीजिए। और उमा महेश्वर मंत्र ओम नमः शिवाभ्याम नव यौवनाभ्याम परस्पराश्लिष्टवबुर्धराभ्याम नाकेन्द्रकन्या वृषकेदनाभ्याम नमो नमः पार्वती शंकराभ्याम। सभी आत्मियों को पार्वती देवी, महादेव और शनीश्वर का ऐश्वर्य के लिए, ऐश्वर्य देने के लिए, अनुग्रह देने के लिए प्रार्थना करते हैं। ओम नमः शिवाय। स्वामी शरणमय्यप्पा शनीश्वराय नमः।